ത്രീ വീലർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ യൂട്യൂബിൽ പോകാമെങ്കിൽ നമ്മുടെ വീഡിയോകളൊക്കെ കൂടുതലായിട്ട് കാണാനും പറ്റും. ഇന്നത്തെ നമ്മുടെ ഒരു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ 2013 വണ്ടി നമ്മളിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ എക്സ്ട്രാ എൽ ഡി നീളമുള്ള ഒരു വണ്ടി ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ പ്രൈമറെല്ലാം അടിച്ചിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഈ സെൻട്രൽ ചേസ് പല വീഡിയോക്കകത്ത് നിങ്ങൾ കണ്ടു കാണും, നമ്മുടെ യൂട്യൂബിൽ പോകാൻ കാണാൻ പറ്റും. ഈ സെൻട്രൽ ചേസൊക്കെ ചെറിയ തുരുമ്പേ ഉള്ളൂ, അതുപോലെ തന്നെ കൈയുടെ അവിടെ ചെറിയ തുരുമ്പേ ഉള്ളൂ. ഈ കൈകളും കാര്യങ്ങളും എല്ലാം മാറ്റിയിട്ടാണ് നമ്മൾ വണ്ടി കൊടുക്കപ്പെടുന്നത്. അപ്പം ഒരാൾ വിളിച്ചിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആ പുള്ളിക്ക് ആ വണ്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ 2013 പണി നമ്മൾ മിക്കവാറും വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണി നമ്മൾ നിർത്തിയിട്ടുകൊണ്ട് ഇതിൻ്റെ പണികളെല്ലാം തീർത്ത് കൊടുക്കാനുള്ള പരിപാടിയാണ്. എക്സ്ട്രാ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ബോഡി കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ എൽ പ്ലസ് എന്നും പറഞ്ഞൊരു ബോഡിയായിരുന്നു നമുക്ക് കമ്പനിയിൽ നിന്ന് കിട്ടിയത്. അപ്പം ഒരുപാട് നീളം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരടിയോളം കട്ട് ചെയ്ത് കളയേണ്ട വരുന്നുണ്ട്. അപ്പോൾ ആ ബോഡി തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് കൊടുക്കുന്നൊരു വീഡിയോ ആണ് നമ്മൾ കാണിക്കുക. അപ്പം വണ്ടി നമ്മൾ നമ്മുടെ പണിയുടെ തിരക്ക് കാരണം ഇവിടുന്ന് വണ്ടി പണിഞ്ഞ് കൊടുക്കാൻ പറ്റിയില്ല. നമ്മളൊരു 3 വണ്ടി എടുത്തിട്ടായിരുന്നു, 1 വർഷത്തോളം ആയിരുന്നു 3 വണ്ടി നമ്മൾ എടുത്തിട്ടിട്ട്. അപ്പോൾ അത് 3 വണ്ടി നമ്മളിപ്പം പണിയാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കൊടുക്കാനുള്ള പരിപാടിക്ക് വേണ്ടി നമ്മൾ ഇട്ടിരിക്കുകയാണ്. ഇതാണ് എക്സ്ട്രാ എൽ ഡി. നമ്മൾ മറ്റു വീഡിയോക്കകത്തൊക്കെ കണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അല്ല യൂട്യൂബ് പോകാമെങ്കിൽ നിങ്ങൾക്കറിയാം. നമ്മുടെ 3 വീലർ മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് അടിച്ച് നോക്കാമെങ്കിൽ അറിയാം. അതിൽ ചെല്ലാമെങ്കിൽ നമ്മുടെ വീഡിയോയെക്കുറിച്ച്, അതുപോലെ തന്നെ തകിട് നമ്മൾ കനമുള്ള തകിടെല്ലാം മേടിച്ച് ഇതിൻ്റെ അകത്ത് അടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ അകത്ത് അടിക്കാനുള്ള തകിടും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ പുറകിലും അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകം തകിടടിച്ചിട്ടിട്ട് നമ്മളൊന്നുകൂടെ ഒന്ന് കാണിക്കാം. ഇതിൻ്റെ അകം പ്ലാറ്റ്ഫോമിൻ്റെ അകമൊക്കെ ഒന്ന് കാണിക്കാം, വെൽഡ് ചെയ്തിട്ടിരിക്കുന്നത് കാര്യങ്ങളുമൊക്കെ കാണിക്കാം. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ക്യാബിൻ പൊങ്ങാത്ത രീതിയിലാണ് നമ്മളിതിൻ്റെ തട്ടെല്ലാം മാറ്റിയപ്പോൾ നമ്മളതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഒരിക്കലും ഫ്രണ്ട് പൊങ്ങല്ല. ലോഡും കൊണ്ട് വരുന്ന സമയത്ത് മിക്കവാറും വണ്ടിയുടെയൊക്കെ ഫ്രണ്ടുകൾ പൊങ്ങും ആപ്പയുടെ. അപ്പോൾ നമ്മൾ മഹേന്ദ്രയുടെ കൂട്ട് തന്നെ അതെല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പൊങ്ങാത്ത രീതിയിൽ സെറ്റപ്പ് ചെയ്താണ് ഇതെല്ലാം കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ചെയ്സയിലെല്ലാം തുരുമ്പുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കൂടിയ പ്രൈമർ മേടിച്ചടിച്ചാണ് നമ്മൾ തുരുമ്പെടുക്കാത്ത രീതി. PS ഗ്രേ അല്ല ഇതിൽ അടിക്കുന്നത്, നമ്മൾ പ്രൈമറുണ്ട്, അത് മേടിച്ചടിച്ചാണ് നമ്മളത് സെറ്റ് ചെയ്ത് എടുക്കുന്നതൊക്കെ. ഇവിടുന്ന് നീളം കൂട്ടാനുണ്ട്, ഇവിടുന്ന് ചെയ്സേന്ന് നല്ല നീളം കൂട്ടണം. അതുപോലെ തന്നെ അങ്ങനെ ബോഡി പുറകിലത്തെ ഡോർ അടിക്കാനുള്ള ആംഗ്ലെയറൊക്കെ ഈ കിടക്കുന്നത്. നമ്മൾ ഈ അതിൻ്റെ ആംഗ്ലെയറെല്ലാം മേടിച്ച് സെറ്റ് ചെയ്താണ് ഇവിടുന്ന്. അല്ലാതെ ചുമ്മാ അത് കമ്പനി കൊണ്ടുപോയ നമ്മുടെ നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ 10 പൈസയുടെ പണി വരാൻ പാടില്ല. അതേ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വിടുന്നത്. ചെയ്യാവുന്ന പാച്ച് വർക്കുകളെല്ലാം ചെയ്യാവുന്ന സാധനങ്ങളെല്ലാം മാറ്റി, അതുപോലെ ഡോറുകളെല്ലാം മാറ്റി. പഴയ ഇതിൻ്റെ പോയിരുന്ന തുരുമ്പ് പിടിച്ച ഡോറുകളൊക്കെ ആയിരുന്നു, നമ്മളത് ഡോറെല്ലാം പുതിയ 2 ഡോറാക്കിയിട്ടുണ്ട്. സെറ്റ് ചെയ്യാവുന്ന രീതിയിലെല്ലാം നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ 10 പൈസ നിങ്ങൾ മുടക്കാൻ പാടില്ല. മെക്കാനിക്കൽ വർക്കുകളും എല്ലാം നമ്മൾ തീർത്താണ്. ഇഞ്ചൻ പണിഞ്ഞ് വിടുന്നുണ്ട്, വയറിംഗ് കിറ്റ് മാറുന്നുണ്ട്, വീൽ ബെയറിംഗ് മാറുന്നുണ്ട്, ക്ലച്ച് ആൽഫയുടെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല എമൗണ്ട് വരുന്ന പൈസകളാണ് ചെയ്ത് വിടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5-8 കൊല്ലത്തേക്കിന് നിങ്ങൾക്ക് നമ്മുടെ നിന്ന് പഴവണ്ടി എടുത്തെന്നും പറഞ്ഞ് വഴി കിടക്കേണ്ട കാര്യം വരത്തില്ല. അതുകൊണ്ട് 6 മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ പൈസ ഊരിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പുറകിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡോർ വേണ്ടി ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് വിടുന്നത്. ആംഗ്ലെയറെല്ലാം അതിന് എടുത്തിട്ടിരിക്കുന്നത്, അത് നമ്മളൊന്ന് കാണിക്കാം. നമ്മുടെ 2013 വണ്ടിയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇതേ നമ്മൾ സെറ്റ് ചെയ്ത് വിടുന്നതായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഇതുപോലെ തന്നെ ആംഗ്ലെയറെല്ലാം ചെയ്ത് സെറ്റപ്പ് ചെയ്ത് എല്ലാം ഇതുപോലെ കുറ്റിയും കൊളുത്തും എല്ലാം ഇട്ട് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്താണ് നമ്മൾ വണ്ടി പണിഞ്ഞ് വിടുന്നത്. ഇതുപോലെ എല്ലാം പുത്തൻ പോലെ തന്നെ അകത്ത് തന്നെ പുതിയ തകിടൊക്കെ അടിച്ചാണ് വിടുന്നത്. ഇത് നമ്മൾ പണിഞ്ഞിട്ടിട്ട് ഒത്തിരി താമസിച്ചു പോയി, അതുകൊണ്ടാണ് ഇതിൻ്റെ തകിടൊക്കെ ഇങ്ങനെ കളറില്ലാതെ കിടക്കുന്നത്. അതുപോലെ ഇഞ്ചനും എല്ലാം അഴിച്ചാണ് നമ്മൾ ഇതിൻ്റെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പണി നിർത്തിയിടേണ്ട വന്ന് പുള്ളിക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞപ്പോഴത്തെ നമ്മൾ പെട്ടെന്ന് പുള്ളിക്ക് വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പണിയിൽ പോയിരിക്കുകയാണ്. എന്തുവാണെന്ന് അറിയത്തില്ല. പണിഞ്ഞ് ഇതുവരെ പൈസയും കാര്യങ്ങളും ഒന്നും തന്നിട്ടില്ല, അഡ്വാൻസും തന്നിട്ടില്ല. ഇനി എന്തുവാണെന്ന് പണിഞ്ഞ് വരുമ്പോൾ ഇനി മനുഷ്യൻ്റെ വാക്കുകളില്ലേ, ചിലരുടെ വാക്ക് നമുക്ക് പാലിക്കാൻ പറ്റും, ചിലരുടെ വാക്കുകൾ നമുക്ക് പാലിക്കാൻ പറ്റത്തില്ല. അവരുടെ വാക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. വാക്കുകൾ പാലിക്കുകയല്ല, വിശ്വസിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇതുപോലെ കിടന്ന വണ്ടിയാണ് നമ്മൾ ഇത്രയും വൃത്തിയാക്കി നമ്മളിതിൻ്റെ അത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാര്യത്തെക്കുറിച്ച് എവിടെല്ലാം പോയി കിടന്ന അതെല്ലാം നമ്മൾ പാച്ച് വർക്ക് ചെയ്ത് മാറ്റുന്നത്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഒന്നുകൂടെ വീഡിയോ എടുത്ത് വെച്ചാൽ എൻ്റെ കൈയും ഇഞ്ചനൊക്കെ നമ്മൾ അഴിച്ചിട്ട്, ഇത് ഇഞ്ചനൊന്നും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ കൊടുത്ത് അയക്കുകയൊക്കെ ചെയ്യാം.
യാതൊരു കുഴപ്പമില്ല. ഷാർട്ടൊക്കെ ആകുന്ന ഇഞ്ചിനാണ്. നമുക്ക് ഓയിൽ കത്തുമോ എന്തോ ആണെന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അഴിച്ചെല്ലാം റീസെറ്റ് ചെയ്താണ് നമ്മൾ ഇഞ്ചൻ കൊടുക്കുന്നത്. അതിൻ്റെ സിലിണ്ടർ കിറ്റും പോയ സാധനങ്ങളും എല്ലാം മാറ്റി സെറ്റ് ചെയ്താണ് നമ്മൾ വണ്ടി കൊടുത്തു വിടുന്നത്. യാതൊരു പണിയും വരില്ല. ഗിയർ ബോക്സും എല്ലാം അഴിച്ച് റീസെറ്റ് ചെയ്ത് പോയ സാധനങ്ങളെല്ലാം മാറ്റിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ ഇനി വയറിംഗ് കിറ്റുകളും ലൈറ്റുകളും എല്ലാം പുതിയ സാധനങ്ങളാണ് വരുന്നത്. എൻ്റെ ഇവിടെയൊക്കെ ചെറുതായിട്ട് തുരുമ്പേ ഉള്ളായിരുന്നു. ഞാൻ ആ പീസുകളെല്ലാം എടുത്ത് കളഞ്ഞ്. അല്ലാതെ മീൻ ഓടിയിട്ടൊന്നുമല്ല, ചെറിയ തുരുമ്പുകൾ വന്നുകൊണ്ട് ഞാനങ്ങ് എല്ലാം കട്ട് ചെയ്ത് മാറ്റി. എല്ലാം ക്ലാസ് ഫ്രെയിമിൻ്റെ അവിടെ ചെറിയ തുരുമ്പുണ്ടായിരുന്നു, അതും എല്ലാം ഞാൻ എടുത്ത് കളഞ്ഞു. അങ്ങനെ ചെയ്യാവുന്ന പണികളെല്ലാം വൃത്തിയാക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെയൊക്കെ ചെറിയ തുരുമ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മളത് സെറ്റപ്പ് ചെയ്ത് അവിടെ ഇച്ചിരി പാച്ച് വർക്കൊക്കെ ഉള്ളിടം എല്ലാം നമ്മൾ ചെയ്ത് സെറ്റപ്പ് ചെയ്താണ് നമ്മളെല്ലാം കയറ്റി വിടുന്നത്. ഇതിൻ്റെ പഴയ ഡോറായിരിക്കുന്നത്, അതെല്ലാം നമ്മൾ മാറ്റിക്കളഞ്ഞു. ആ ഡോറെ വേണേൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാമായിരുന്നു. അതിന് ചെറിയ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മൾ മാറ്റിയിട്ടാണ് വൃത്തിയാക്കിയാണ് നമ്മൾ വണ്ടി വിടുന്നത്. ഇത് നേരത്തെ നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോ ആയിരുന്നു. ഇതിൻ്റെ മുന്നേ നമ്മൾ ആദ്യത്തെ സമയത്ത് വണ്ടി അന്നേരം 2-3 വണ്ടി നമുക്ക് കച്ചവടമായി പോയായിരുന്നു. അവരൊക്കെ ഇപ്പോഴും നമ്മളെ വിളിക്കുന്നുമുണ്ട്, പറയുന്നുമുണ്ട്. അവർക്കും യാതൊരു കുഴപ്പങ്ങളും ഇല്ല. വണ്ടി എടുത്തിട്ട് ഇന്ന് വരെ 10 പൈസയുടെ പണി വന്നിട്ടില്ല. അതുപോലെ തന്നെ കഴുകിക്കൊണ്ട് പോയി ടെസ്റ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ ചെയ്തത്. കേബിള് കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടേ ഉള്ളൂ, അല്ലാതെ 5 പൈസയുടെ പണിയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഒക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇത് വണ്ടിയുടെ എക്സ്ട്രാ LD പ്ലസ് എന്നും പറഞ്ഞ് ഇതാണ് ഇതിൻ്റെ വണ്ടി. ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കാമെങ്കിൽ വണ്ടിയുടെ വലിപ്പങ്ങൾ അറിയാം. 6 പെട്ടിയൊക്കെ കയറുന്നുണ്ട് ഇതിൽ. മീൻ പെട്ടി അതിൻ്റെ വലിപ്പമാണ് പറയുക. അതേ രീതിയിൽ തന്നെ നമ്മളിത് ചെയ്സരിച്ചിട്ട് നീളം വരുത്തിക്കൊണ്ട് നമ്മളിത് തന്നെ ചെയ്ത് വിടുകയാണ്. ഈ ബോഡി പുള്ളിക്ക് ആ ബോഡി തന്നെ വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ്. അല്ലെ നമ്മൾ കട്ട് ചെയ്ത് ഇതിൻ്റെ നീളം തന്നെ നമ്മൾ ഒരടി കുറച്ചാണ് ചെയ്യുന്നത്. ഇതിൻ്റെ നീളത്തിൽ തന്നെ ചെയ്യുകയാണ്. പുള്ളിയിടയ്ക്ക് വണ്ടി പോയില്ലെങ്കിൽ നമ്മൾ വീണ്ടും യൂട്യൂബിൽ ഇടുന്നതാണ്. അടുത്ത ദിവസം ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വരുന്നതാണ്.